അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു തുറുപ്പുചീട്ടാണ് F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്. ശത്രുക്കൾക്ക് റഡാറിൽ പോലും കണ്ടെത്താൻ പറ്റാത്ത ആകാശയുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്ന്. മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു പവർ ഇതുവരെ അമേരിക്ക ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതവരുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയായ ഇസ്രായേലിനാണ്. പക്ഷേ ആ കളി മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. കാരണം അമേരിക്ക ഇതേ F-35 വിമാനം സൗദി അറേബ്യയ്ക്ക് വിൽക്കാൻ ആലോചിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഒരൊറ്റ വാർത്ത മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ വലിയൊരു ആശങ്ക തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സൗദിക്ക് F-35 കിട്ടുന്നത് ഇസ്രായേലിനെ ഇത്രയധികം അസ്വസ്ഥമാക്കുന്നത്? കാരണം ഇതൊരു സാധാരണ ആയുധ കച്ചവടമല്ല, അല്ലേയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിന്റെ പവർ ബാലൻസ് തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ നീക്കമാണിത്. ഈ സാഹചര്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അമേരിക്കയുടെ ഒരു പഴയ നയത്തെക്കുറിച്ച് അറിയണം. അതിന്റെ പേരാണ് ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ QME. പതിറ്റാണ്ടുകളായി അമേരിക്ക ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണിത്. അതായത് മിഡിൽ ഈസ്റ്റിലെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും സൈനികമായി ഒരുപടി മുന്നിൽ എപ്പോഴും ഇസ്രയേലിനെ നിർത്തുക എന്നതാണിത്. ഈ ഒരു ഉറപ്പിന്റെ പുറത്താണ് F-35 വിമാനങ്ങൾ ഇതുവരെ ഇസ്രയേലിന് മാത്രം കിട്ടിയിരുന്നത്. ഇപ്പോൾ അമേരിക്ക ഏകദേശം 48 F-35 വിമാനങ്ങൾ സൗദിക്ക് വിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് നടന്നാൽ അത് QME എന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഉറപ്പിന്റെ ലംഘനമാകും. അതാണ് ഇസ്രയേലിന്റെ പ്രധാന പേടി. തങ്ങളുടെ ആകാശത്തെ ആധിപത്യം അതോടെ പോകും. തൊട്ടടുത്ത് തങ്ങളെപ്പോലെ തന്നെ ശക്തനായൊരു എതിരാളി വരും. അപ്പോൾ ഇസ്രയേലിന്റെ ഈ പേടിക്ക് കൃത്യമായി എന്തൊക്കെയാണ് കാരണങ്ങൾ? നമുക്ക് നോക്കാം. അവരുടെ ഈ എതിർപ്പിനു പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഇസ്രായേലിന്റെ പേടിക്ക് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, മിലിറ്ററി ബാലൻസ് തെറ്റുന്നു എന്നത് തന്നെ. F-35 ഉള്ളതുകൊണ്ട് ഇറാനെപ്പോലുള്ള ശത്രുക്കൾക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്താൻ ഇസ്രായേലിന് പറ്റും. സൗദിക്കും അതേ ടെക്നോളജി കിട്ടിയാൽ ആ ഒരു മുൻതൂക്കം അങ്ങ് പോകും. ഇനി രണ്ടാമത്തേത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. സൗദിയെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? അതെ, എന്തുകൊണ്ടാണ് ഇസ്രായേലിന് സൗദി അറേബ്യയെ 100% വിശ്വാസമില്ലാത്തത്? കാരണം സൗദി ഒരു വശത്ത് അമേരിക്കയുടെ കൂടെയാണെങ്കിലും മറുവശത്ത് അവർ റഷ്യയുമായും ചൈനയുമായും ബന്ധം ശക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനുമായി പോലും അവർ ഇപ്പോൾ അടുക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ F-35ന്റെ അതീവ രഹസ്യമായ ടെക്നോളജി സൗദി വഴി ഈ രാജ്യങ്ങളിലേക്ക് എത്തുമോ എന്ന പേടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയൊക്കെ റിസ്ക് ഉണ്ടായിട്ടും പിന്നെന്തിനാണ് അമേരിക്ക ഈ ഡീലിന് വേണ്ടി ശ്രമിക്കുന്നത്? അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ വളരെ സിമ്പിളാണ്: പണവും അധികാരവും. ശരിക്കും പറഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറിന്റെ ഈ ആയുധ കച്ചവടം അവരുടെ എക്കണോമിക്ക് വലിയൊരു ബൂസ്റ്റാണ്. അതിനൊപ്പം സൗദിയെ ചൈനയുടെയും റഷ്യയുടെയും അടുത്തേക്ക് പോകാതെ തങ്ങളുടെ കൂടെ തന്നെ നിർത്താനും ഈ ഡീലിലൂടെ അവർക്ക് സാധിക്കും. പക്ഷേ ഈ കച്ചവടം അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അമേരിക്കൻ കോൺഗ്രസിൽ നിന്നും പെന്റഗണിൽ നിന്നുപോലും ഇതിനെതിരെ ശക്തമായ എതിർപ്പുകൾ വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇസ്രയേലിന്റെ അതിശക്തമായ സമ്മർദ്ദം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ചില ഒത്തുതീർപ്പ് ഫോർമുലകളൊക്കെ ചർച്ചയിലുണ്ട്. എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ ചില വഴികൾ അവർ നോക്കുന്നുണ്ട്. പ്രധാനമായും 3 വഴികളാണ് മുന്നിലുള്ളത്. ഒന്ന്, സൗദിക്ക് കൊടുക്കുന്ന F-35ന്റെ കഴിവുകൾ കുറച്ച് ഡൗൺഗ്രേഡ് ചെയ്ത ഒരു വേർഷൻ നൽകുക. 2, അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കെതിരായി ഈ വിമാനം ഉപയോഗിച്ചാൽ അതിന് ദൂരെ ഇരുന്ന് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കിൽ സ്വിച്ച് വെക്കുക. മൂന്നാമത്തെ ഐഡിയ, ഇസ്രയേലിനെ സമാധാനിപ്പിക്കാൻ അവർക്ക് ഇതിലും അഡ്വാൻസ്ഡ് ആയ 6ാം തലമുറ ഫൈറ്റർ ജെറ്റുകൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ കളികൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു പുതിയ ചെസ് ബോർഡ് പോലെയാണ്. ഓരോ കരുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സൗദിക്ക് F-35 കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ഒരു ചർച്ച മാത്രം മതി അവിടുത്തെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ. പഴയ കൂട്ടുകെട്ടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു, പുതിയ ബന്ധങ്ങളുണ്ടാകുന്നു. ഈ ഒരൊറ്റ നീക്കം എല്ലാവരെയും അവരുടെ നിലപാടുകൾ ഒന്നുകൂടി ആലോചിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. അമേരിക്കയ്ക്ക് സംബന്ധിച്ച് ഏതിനാണ് പ്രാധാന്യം? ഇസ്രായേലുമായുള്ള പതിറ്റാണ്ടുകളുടെ ബന്ധത്തിനോ, അതോ സൗദിയുമായുള്ള പുതിയ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കോ? F-35ന്റെ ഭാവി എന്താകും എന്നുള്ളത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം.